നമ്മുടെ ജിമിക്ക് കമ്മൽ ഉണ്ടാക്കാൻ അറിയോ? അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, ടൂൾസ് എന്തൊക്കെ വേണം, മെറ്റീരിയൽസിന്റെ ഒക്കെ വില അറിയണോ? ഡ്രസ്സിന് മാച്ചാക്കി കമ്മൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഇറ്റ്സ് മീ സുകന്യ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആര്യാസ് വേൾഡ്. അതെ, കമ്മൽ ഉണ്ടാക്കാനൊന്നും അധികം പണിയില്ലടോ. അങ്ങനെയാവുമ്പോ വളരെ പെട്ടെന്ന് ഒരു ജിമിക്ക് കമ്മൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടാലോ? അപ്പൊ തുടങ്ങല്ലേ. ആദ്യം തന്നെ അതിലേക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്ന് പരിചയപ്പെടുത്തി തരാം. കുറെ നേരമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനമാണ് ജിമിക്ക് കമ്മലിന്റെ ബേസ്. ഈ ഒരു ബേസ് പല അളവിലും കിട്ടും, പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഒരു അളവിൽ മാത്രമേ ഉള്ളൂ. വില ചോദിക്കുകയാണെങ്കിൽ 5 ഗ്രാമിന് 10 രൂപ. ഇനി വേണ്ടത് ദാ ഈ കാണുന്ന സ്റ്റോണുകളാണ്. ഈ സ്റ്റോണുകൾക്ക് ഒരു പാക്കറ്റിന് 20 രൂപയാണ് വില വരുന്നത്. ഇനി ഇക്കാണുന്നതാണ് കുന്തൻ സ്റ്റോണുകൾ. ഈ സ്റ്റോണുകൾക്ക് 15 ഗ്രാമിന് 30 രൂപയാണ് വില വരുന്നത്. കുഞ്ഞു സ്റ്റോണുകളിൽ ഈ സ്റ്റോണുകൾക്കാണ് കുറച്ച് വില കൂടുതലുള്ളത്. അടുത്തതായിട്ട് വേണ്ടത് ഐ പിന്നുകളാണ്. ദാ ഇതാണ് സാധനം. ഐ പിന്നുകൾക്ക് 10 ഗ്രാമിന് 10 രൂപ മാത്രമാണ് വില വരുന്നത്. ഈ കാണുന്നതാണ് ഹെഡ് പിൻ. ഹെഡ് പിന്ന് 2 തരത്തിലുണ്ട്, ഫ്ലാറ്റ് ഹെഡ് പിന്നും റൗണ്ട് ഹെഡ് പിന്നും. ഇത് ഫ്ലാറ്റ് ഹെഡ് പിന്നാണ്. ഇതിനും 10 ഗ്രാമിന് 10 രൂപ. അടുത്തതായിട്ട് വേണ്ടത് സ്റ്റോൺ ചെയിൻ. ഈ സ്റ്റോൺ ചെയിന് 1 മീറ്ററിന് 25 രൂപയാണ് വില വരുന്നത്. സ്റ്റോൺ ചെയിനുകൾ പല കളറിലും കിട്ടും. കളർ മാറുന്നതിനനുസരിച്ച് വിലയും കൂടും കേട്ടോ. ഇനി വേണ്ടത് ബാക്ക് സ്റ്റഡ്. ഇത് ഗോൾഡ് കളറിലും സിൽവർ കളറിലും കിട്ടും. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതും 10 ഗ്രാമിന് 10 രൂപയാണ് വില വരുന്നത്. ഇനി വേണ്ടത് വാക്സ് സ്ട്രിപ്പ് പേപ്പറാണ്. ഈ കാണുന്നതാണ് ആ സാധനം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. തുണിക്കടയിൽ നിന്ന് തുണി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഷോപ്പർ ഉണ്ടല്ലോ, ആ ഷോപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ പീസ് എടുത്തതാണ് ഈ കാണുന്നത്. ഇനി ടൂൾസുകൾ നോക്കാം. ആദ്യം തന്നെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. പെൻസിലിൻ്റെ ഉപയോഗം എന്താണെന്ന് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അടുത്ത ടൂളുകൾ നോസ് പ്ലെയറും കട്ടറും. ടൂൾസുകളും കൂടെ കണ്ടു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. എന്താ അത്? പശേ. ഏതാ പശ? B7000. ജ്വല്ലറി മേക്കിങ്ങിനും ഡ്രസ്സിൽ വർക്ക് ചെയ്യുന്നവരും ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന പശയാണ് നമ്മുടെ ഈ B7000. ഇപ്പോൾ മെറ്റീരിയൽസും ടൂൾസും എല്ലാം എടുത്തു വെച്ച സ്ഥിതിക്ക് ഇനി കമ്മലുണ്ടാക്കാം. ആദ്യം തന്നെ ജിമിക്ക് കമ്മലിൻ്റെ ബേസ് എടുക്കുക, എന്നിട്ട് ഈ പെൻസിലിൻ്റെ ഉള്ളിൽ ഇതുപോലെ കയറ്റി വെക്കുക. അതിപ്പോൾ എന്തിനാന്ന് മനസ്സിലായോ? ഈ ബേസ് കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിക്കുന്നതെങ്കിൽ ഒരു സൈഡിൽ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞ് മറു സൈഡിൽ സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് ആ സ്റ്റോണുകളെല്ലാം നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ സ്റ്റോൺ കയ്യിൽ ഒട്ടിക്കഴിഞ്ഞാലോ തിരിച്ചവിടെ ഒട്ടിക്കാനും പറ്റൂല, കയ്യിൽ പശയാവുകയും ചെയ്യും. കൈകൊണ്ട് വേറെ ഒന്നും പിടിക്കാനും പറ്റൂല. മറ്റ് സ്റ്റോണുകളുടെ മുകളിലൊക്കെ പശയാവുകയും ചെയ്യും. ആകെപ്പാട് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പെൻസിലോ എന്തെങ്കിലും ഒന്ന് കുത്തിവെച്ചതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ B7000 ഗമ്മിൻ്റെ ഈ ഒരു അടപ്പ് തന്നെ മതിയാവും. അല്ലെങ്കിൽ സ്റ്റോൺ സ്റ്റിക്കിംഗ് പെൻ വാങ്ങിയാലും മതി. ഈ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടൂൾ കൊണ്ട് ഒട്ടിച്ചില്ലെങ്കിൽ ആകെപ്പാട് അതും താറുമാറാകുന്ന പരിപാടി തന്നെയാണ്. അനുഭവം കൊണ്ട് പറയാന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നത്. അപ്പോഴേ നമ്മൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ദാ നടുക്ക് ഇതുപോലെ ആ ഒരു റെഡ് കളറുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ചുറ്റുപാടും ആ ഒരു കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ ചുറ്റുപാടും ഇതേ പാറ്റേണിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ പശ കുറച്ച് ഏരിയയിൽ മാത്രം തേച്ചിട്ട് ഒട്ടിക്കുക. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഏരിയയിൽ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അവിടെ പിന്നെ ഒട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴേ ഈ ഒട്ടിക്കൽ കുറച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മുഷിപ്പ് തോന്നാതിരിക്കാൻ ഞാൻ വേഗത ഒട്ടിച്ച് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു ബേസിൻ്റെ വെള്ള കളർ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ അങ്ങനെ കാണില്ല കേട്ടോ. ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ഗ്ലൈസിങ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ 2 ജിമിക്കീൻ്റെ ബേസും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയില്ല. അത് ജിമിക്കിയുടെ സ്റ്റെഡും കൂടെ ഉണ്ടാക്കി അതിൽ ഹാങ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അറിയുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റെഡിനുള്ള പരിപാടികൾ നോക്കാം. സ്റ്റെഡിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മെറ്റീരിയൽസ് പറഞ്ഞപ്പോൾ ഒരു സാധനം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് OHP ഷീറ്റാണ്. OHP ഷീറ്റ് A4 വലുപ്പത്തിലുള്ള ഒരു ഷീറ്റിന് 4 രൂപയാണ് വില വരുന്നത്. അതിൽ നിന്നൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അതിൽ കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ, റെഡ് കളറുള്ള സ്റ്റോണ്, ആ സ്റ്റോണിനെ നമുക്ക് ഒരു താമര പൂവ് പോലെ ഒട്ടിച്ചെടുക്കണം. അതിപ്പോൾ എങ്ങനെ ഒട്ടിക്കുക? ദാ ഇതുപോലെയൊക്കെയാണ് ഒട്ടിക്കുക. ആദ്യം സെൻറ്ററിൽ ഒരെണ്ണം വെക്കുക, എന്നിട്ട് 2 സൈഡിലും ഓരോന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ സ്റ്റോൺ ഒട്ടിക്കുമ്പോഴല്ലേ ഒറ്റ പ്രാവശ്യം തന്നെ ഇതുപോലെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഒട്ടിക്കുക. അല്ലെങ്കിൽ ഒന്ന് വെച്ച് ഒട്ടിച്ച് പിന്നെ പറിച്ച് ഒട്ടിക്കുമ്പോൾ ആ ഒരു സ്റ്റോണ് പറ്റ വൃത്തികേടായി പോവും. അതിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തം പശയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സ്റ്റോണും കൂടി ഒട്ടിച്ചാൽ താമരയായല്ലോ. ഇനി ഈ താമരയിൽ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞു കുന്തൻ സ്റ്റോണ് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ. ഇതിപ്പോൾ എന്താണ് താമരയുടെയെന്ന് ചോദിച്ചാൽ ഒരു ഡിസൈൻ അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു താമര കുറച്ച് നേരം ഉണങ്ങിക്കോട്ടെ. ഒരു കത്രിക എടുക്കുക, എന്നിട്ട് OHP ഷീറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊരു താമരയാക്കി എടുക്കണം. സ്റ്റോണുകളൊക്കെ ഒട്ടിക്കുന്നതിനെക്കാട്ടി വലിയ പരിപാടിയാണ് ഈ ഒരു OHP ഷീറ്റിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കൽ. അങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്ത് 2 താമരകൾ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇനിയാണ് നമ്മുടെ വാക്സ് സ്ട്രിപ്പ് പേപ്പറിൻ്റെ ആവശ്യം. ഈ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള താമരേനെ വെച്ച് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ദാ ഇതുപോലെ. ഇനി ബാക്ക് സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാക്സ് സ്ട്രിപ്പ് താമരയിൽ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിവെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ സ്റ്റഡിലേക്ക് ഒരു ഐപ്പിന്നിൻ്റെ ആവശ്യം കൂടിയുണ്ട്. ഐപ്പിന്ന് എടുക്കുക, ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത ഐപ്പിന്ന് നമ്മുടെ സ്റ്റഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് താഴെ ഭാഗത്തായിട്ട് ഗമ്മ് തേച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നമ്മുടെ ജിമിക്കി കമ്മൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐപ്പിന്ന് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഈ ഐപ്പിന്ന് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്ക് സ്ട്രിപ്പ് പേപ്പറിൽ സ്റ്റഡ് വെച്ചിട്ടില്ലായിരുന്നോ, അതിനെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗമ്മ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒട്ടിക്കലും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞാൽ സ്റ്റഡ് ഇതാ ഇതുപോലെ ആയിരിക്കുക. ഇനി നമ്മുടെ ജിമിക്കിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ബേസിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആ വൈറ്റ് കാണുന്ന റൗണ്ട് ഉണ്ടല്ലോ, അവിടെയാണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. വീഡിയോ കുറച്ചൊരു ലെങ്ത് ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മൾ ഇതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പരിപാടി ഏകദേശം പൂർത്തിയാവും. ഇങ്ങനെ രണ്ട് ജിമിക്കിയിലും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച ശേഷം കാണാൻ ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മുടെ കാതിലിട്ട് കഴിഞ്ഞാൽ ആ താഴത്തെ ആ സ്റ്റോൺ ചെയിൻ നല്ല തിളക്കായിരിക്കും കാണാൻ. ഇനിയാണ് നമ്മൾ ആദ്യം കാണിച്ച ഹെഡ് പിന്നിൻ്റെ ആവശ്യം. ഒരു ഹെഡ് പിൻ എടുക്കുക, അതിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് മുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഹെഡ് പിന്ന് നമ്മുടെ ജിമിക്കിയുടെ ആ ഹോളിനുള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു മുത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള രണ്ട് മുത്തുകളും മെറ്റീരിയൽസ് കാണിച്ച സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് ദാ ഈ കാണുന്ന ക്രിസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് ടൂൾസുകളുടെ ആവശ്യം. ആദ്യം കട്ടറാണ് വേണ്ടത്. ഈ ഒരു ഹെഡ് പിന്നിൻ്റെ കുറച്ച് മുകൾ ഭാഗം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് വേണ്ട ടൂൾ എന്താ? നോസ് പ്ലെയർ അല്ലേ. നോസ് പ്ലെയർ എന്തിനൊക്കെ ഉപയോഗിക്കുക? ഒരുപാട് യൂസുകളുണ്ട് നോസ് പ്ലെയറിന്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്തിനാ? ഈ ഒരു ഹെഡ് പിന്നിൻ്റെ വാല് ഭാഗം ഒന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ വൃത്തിയായിട്ട് ഒരു ലൂപ്പ് കിട്ടണമെങ്കിൽ ആ ഒരു ഹെഡ് പിന്നിൻ്റെ തലഭാഗം കുറച്ചൊന്ന് ബാക്കോട്ട് വളയ്ക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ലൂപ്പ് ചെയ്തെടുക്കാൻ. ഇനി നമ്മുടെ കമ്മലിൻ്റെ അവസാനത്തെ പരിപാടിയാണ് എന്താ? ഈ ഒരു സ്റ്റഡിൽ ജിമിക്ക് ഇങ്ങനെ ഹാങ് ചെയ്തും കൂടെ കൊടുക്കുന്നത്. പിന്നെ ജിമിക്ക് കൊളുത്തി കൊടുത്താൽ മാത്രം പോരാ, ആ ഒരു ഐപ്പിന് ഇതുപോലെ പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം. അപ്പോഴും നമ്മൾ നോസ് പ്ലെയർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ജിമിക്ക് കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്മൽ ഉണ്ടാക്കാൻ എങ്ങനെ? വളരെ എളുപ്പമല്ലേ? അപ്പോൾ നമ്മുടെ ജിമിക്ക് കമ്മൽ എങ്ങനെ? ഇഷ്ടമായോ? ഇഷ്ടമായ ഒരു ലൈക്കൊക്കെ ചെയ്യാം അല്ലേ? കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.